ഹലോ മൈ ഡേ ക്ലാസ് 7 ഫാമിലി മക്കളെ, നമ്മുടെ ചാപ്റ്റർ ഉണ്ട് സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ആ ചാപ്റ്റർ ഓണം എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ അതിലെ ഓരോ കോൺസെപ്റ്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട മൂവ്മെന്റിനെ പറ്റി നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഒന്നാമത്തത് ഭക്തി മൂവ്മെന്റിനെ പറ്റിയും രണ്ടാമത്തത് സൂഫി മൂവ്മെന്റിനെ പറ്റിയും. അതില് ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഭക്തി പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഭക്തി മൂവ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് ഒരു പദസൂര്യൻ പോലെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഒരൊറ്റ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഉപകാരമായിട്ട് ഓണം എക്സാമിന് വരാൻ വേണ്ടിയിട്ടുള്ള തക്കത്തിനാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, നമ്മുടെ ബാച്ചിലേക്ക് ഈ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ഫിനിഷ് ചെയ്തിട്ട് ഓൾറെഡി നമ്മൾ കിഡിലോസ്കി ആയിട്ട് മക്കൾക്ക് PDF കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ പഠിക്കുന്നുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്ലാസ് 7 ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഉഷാറായിട്ട് പഠിക്കുക, ഓണം എക്സാം നമുക്ക് തൂക്കാം മക്കളെ. ഓക്കെ, അപ്പൊ സോഷ്യൽ സയൻസിന് നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും കുറയില്ല, ഞാൻ ആ ഗ്യാരണ്ടി. അപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ പറഞ്ഞ ഭക്തി മൂവ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാന്നുള്ളത്. അപ്പൊ ഇപ്പൊ തന്നെ ഒന്ന് എല്ലാവരും വീഡിയോ പോസ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ പോയിട്ട് ഒരു കാര്യം കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഭക്തി പ്രസ്ഥാനത്തിന്റെ ഒരു ആളെ, ഒരു സെയിന്റിനെ അല്ലെങ്കിൽ ഒരു അതിനെ പ്രൊമോട്ട് ചെയ്തൊരു വ്യക്തി, ആരെങ്കിലും ഒരാളുടെ പേര് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഇപ്പൊ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. ഹരി സാർ, നിങ്ങൾക്ക് വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കേരളത്തിലെ എഴുത്തച്ഛനാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാളുടെ പേര് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിടാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാണ് ഭക്തി മൂവ്മെന്റ് അല്ലെങ്കിൽ ഭക്തി പ്രസ്ഥാനത്തിന്റെ. സൗത്ത് ഇന്ത്യയിലാണ് കേട്ടോ ഈ പറഞ്ഞിട്ടുള്ള, ദക്ഷിണേന്ത്യയിലാണ്, നമുക്ക് തമിഴ്നാട്, കർണാടകം, കേരള പോലുള്ള ഭാഗങ്ങളിലാണ്, ഈ സൗത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഭക്തി മൂവ്മെന്റിന്റെ ഒരു പ്രാധാന്യം നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോമ്പോസിഷൻ ആൻഡ് സിംഗിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗവും ഡിവോഷണൽ സോങ്സ് ഇൻ വെർനാക്കുലർ ലാംഗ്വേജസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അതായത് പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും എന്ന് പറഞ്ഞു. പ്രാദേശിക ഭാഷയുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഒരാൾക്ക് മനസ്സിലാവാത്തൊരു ഭാഷയിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അയാളെ പഠിപ്പിച്ചെടുക്കുന്നതിലും എത്രയോ ബെറ്റർ ആണ് അയാൾക്ക് അറിയാവുന്ന ഒരു പ്രാദേശിക ഭാഷയിൽ ഒരു കാര്യം എഴുതി അത് വായിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ട് പ്രാദേശിക ഭാഷകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതുമ്പോൾ നോർമലി ആളുകളുടെ ഉള്ളിലേക്ക് എന്ത് സംഭവിക്കുന്നുണ്ടാവും, ഈ കാര്യങ്ങളൊക്കെ കയറുന്നു. അതുകൊണ്ടാണ് പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും അന്നത്തെ കാലത്ത് ഭക്തി പ്രസ്ഥാനത്തിലെ ആളുകൾ ചെയ്തിരുന്നത്. രണ്ടാമതൊരു കാര്യമാണ് ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും എന്ന് പറഞ്ഞു വെക്കേണ്ടത്. ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ് എന്ന് പറഞ്ഞു വെക്കേണ്ടത്. ദൈവം ആണ് ഈ പറഞ്ഞ ഭക്തി മൂവ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ അല്ലെങ്കിൽ അതിന്റെ ഒരു സെൻട്രൽ പൊസിഷനിലുള്ള ഒരു വ്യക്തി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ലവ് ആൻഡ് സബ്മിഷൻ, ദൈവത്തിനുള്ളിൽ ജീവിതമായിക്കോട്ടെ സ്നേഹമായിക്കോട്ടെ എല്ലാം സമർപ്പിക്കുന്ന ഒരു രീതിയാണ് ഭക്തി പ്രസ്ഥാനത്തിന്റെ മറ്റൊരു സവിശേഷതയായിട്ട് നമ്മൾ കാണുക. അടുത്തതാണ് ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ പറഞ്ഞ ഭക്തി പ്രസ്ഥാനത്തിൽ അംഗത്വം ആവാനും അല്ലെങ്കിൽ അതിനൊരു ഭാഗമായി മാറാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ജാതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ പരിശോധിക്കുക. അതിനുശേഷം സ്ത്രീകൾക്ക് തുല്യമായിട്ടുള്ള പങ്കാളിത്തം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പുരുഷന്മാർക്ക് മാത്രമല്ല മേൽക്കോയ്മ, സ്ത്രീകൾക്കും ഒരേപോലെയാണ് അവിടെ എന്ത് കാണാൻ പറ്റുക, ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണാൻ പറ്റും, ഒരു അവസരം നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവാം. അടുത്താണ് ഡീപ് ഡിവോഷൻ ടു ദ ബിലവഡ് ഡിയറ്റി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ആരാണോ ഇഷ്ടദൈവം ആ ഇഷ്ടദൈവത്തിനോടുള്ള അകമഴിഞ്ഞ ആരാധന അവിടെ നമുക്ക് കാണാൻ പറ്റും. ഭക്തി പ്രസ്ഥാനത്തിൽ കാണാൻ പറ്റും. ഒരു വ്യക്തി ഏത് ദൈവത്തിനാണോ ആരാധിക്കുന്നത് ആ വ്യക്തി ആ ദൈവത്തിൽ ആരാധിക്കാനുള്ള മുഴുവൻ സ്വാതന്ത്ര്യം ആ ഒരു ഭക്തി പ്രസ്ഥാനം കൊടുക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മക്കളെ, വളരെ സിമ്പിൾ ആയിട്ട് ഈ പറഞ്ഞ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ സാർ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ കമന്റ് ബോക്സിന്റെ താഴെ, ഈ വീഡിയോന്റെ താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ നിർബന്ധമായിട്ടും ഭക്തി പ്രസ്ഥാനത്തിന്റെ ഒരു സെയിന്റിന്റെ പേര് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഒന്ന് പറഞ്ഞു, നമ്മുടെ കേരളത്തിലെ എഴുത്തച്ഛനാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളുടെ പേരെങ്കിലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക മക്കളെ. നമുക്ക് ഇനിയും കാണാം. ഹാപ്പി ലേണിംഗ്. നമുക്ക് ഇനിയും കാണാം. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ മക്കളെ. ബൈ ബൈ.